വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് ഒരു വൈദികന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും പിന്നീട് അതൊരു ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് മാറുകയും ഇതെല്ലാം നമുക്ക് അറിഞ്ഞു. അത് തുടങ്ങാനുണ്ടായ സാഹചര്യം, പിന്നീട് നെയ്യപ്പം എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അൽഫോൻസാമയുടെ പള്ളിയിലേക്ക്, ഇന്നും അൽഫോൻസാമയുടെ പള്ളിയിൽ വിശുദ്ധിയാക്കുന്ന അന്ന് വരെ നിങ്ങൾ ഉണ്ണിയപ്പം കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർമൽ ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് കടകളിലൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഏറ്റവും ആദ്യം തുടങ്ങിയപ്പം റൂട്ട് സൈഡിനായിട്ട് നമ്മുടെ മുട്ടത്തിലുള്ളൊരു എന്താ പറഞ്ഞാൽ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് കടകളിൽ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പല സന്ധ്യ ബേക്കറിയിലും കൊടുക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ ബേക്കറിയിൽ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഭരണങ്ങാനം പള്ളിയിൽ നെയ്യപ്പം ആദ്യത്തെ വിശുദ്ധിയായ വർഷം താഴത്തെ ഇടവകപ്പള്ളിയിൽ നിന്ന് ഒരു 1000 കിലോയുടെ ഓർഡർ സന്ധ്യ ബേക്കറിലോട്ടാണ് ചോദിക്കുന്നത്. അപ്പം സന്ധ്യ ബേക്കറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്ക് അന്ന് ആകെപ്പാടെ ഒരു 4 പേര് സ്റ്റാഫ്, സ്ഥിരം 2 പേര് എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ 6 പേര് സ്റ്റാഫും 2 സ്റ്റൗവും അതിനുള്ള പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു. നമുക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു എങ്ങനെ ഈ 1000 കിലോ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ടെൻഷനാണ്, നമുക്ക് നടക്കുമോ. അപ്പം ഞാൻ അജിയോട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചു, നമുക്കിത് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1000 കിലോയുടെ ഓർഡർ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പേരെ പഠിപ്പിച്ച്, കുറച്ച് ആളെ പഠിപ്പിച്ച്, കുറച്ച് പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം അൽഫോൻസായുടെ ഇവിടെ തന്നെയായിരുന്നു, ഈ വീട്ടിൽ തന്നെ ഈ വീട്ടിൽ തന്നെ മുറ്റത്തൊരു പന്തലിടുക ഇവിടെ തന്നെ അല്ലേ, ഷെഡുള്ള സൈഡില്. അങ്ങനെ അപ്പം മോളത്തെ പിലിഗ്രിം സെന്ററിൽ നിന്ന് ഞങ്ങളോട് ഒരു 200 കിലോയും കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ചോദിച്ചായിരുന്നു കുറച്ച് കൊടുക്കാൻ. അവിടെ വേറെ പല ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 1200 കിലോ ഭരണങ്ങാനം 2 പള്ളികളിലോട്ടായിട്ടും പിന്നെ ഒരു 10-200 കിലോ അല്ലാതെയും ഒരു 10 ദിവസം കൊണ്ട് അത്ര ഉണ്ടാക്കിയെടുത്തു. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായിട്ട് മാറി. പറഞ്ഞ മെഷീൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ 2010 നമ്മളോട് സ്ഥിരമായിട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഭരണങ്ങാനത്തോട്ട് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. തീരുന്നതിന് നമ്മളിവിടെ കരുതി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊടുക്കുന്നതിന് ശേഷമാണ് പല പള്ളികളിൽ നിന്നും ഭരണങ്ങാനത്തു നിന്ന് നമ്പർ മേടിച്ച് നമ്മളോട് വിളിച്ച് ചോദിക്കുകയും ഒത്തിരിയേറെ പള്ളികളിലോട്ടുള്ള ഓർഡറുകൾ കിട്ടാൻ സാധിച്ചു. ഭരണങ്ങാനം പള്ളിയിൽ നിന്നാണ്, അൽഫോൻസാമയുടെ അടുത്തു നിന്നാണ്. അതുപോലെ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ ഞാൻ എപ്പോഴും തരും. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കിയതായിരുന്നിരിക്കാം ഇങ്ങനെ ഓരോ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ നമ്മളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവന്നതായിരിക്കും എന്ന് ഞാനിപ്പോഴും വിചാരിക്കും. വീണ്ടും ഞങ്ങൾക്ക് ഈ വീട് ഞാൻ പറഞ്ഞില്ല, മുഖത്തിനൊരു വേദന വന്നു, ട്രൈജിമിനൽ ന്യൂറാൾജിയ. ആ സമയത്ത് ഞങ്ങൾ കെട്ടി വന്ന വേറെ വീടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പുതിയൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. 2006 ഇവിടെ ഈ വീട്ടിലോട്ട് ഞങ്ങൾ കയറി താമസിക്കുന്നത്. 2005 വീടിന്റെ പണി തുടങ്ങി. താഴെയുള്ള വീട്. അങ്ങനെ തുടങ്ങിയ സമയത്ത് ആദ്യം സ്ഥാനം കണ്ട് പണിക്കാൻ പറഞ്ഞു നമ്മളോട്. ഒരു ദിവസം, നല്ലൊരു ദിവസം അന്ന് ഒരു തൂമ്പാപ്പാട് മണ്ണൊന്ന് മാറ്റി ഇട്ടേക്കാൻ പറഞ്ഞു. നല്ല ദിവസമായിട്ട് ഞാനും അജിയും കൂടെ ഇവിടെ കയറി വന്ന് ഒരു തൂമ്പാട് മണ്ണ് അജി മാറ്റി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വിശ്വാസപ്രമാണവും ചൊല്ലി അൽഫോൻസാമയുടെ നൊവേനയും ചൊല്ലിയായിരുന്നു. അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ അൽഫോൻസാമയുടെ നൊവേന വൈകിട്ട് മുടങ്ങാതെ രാത്രി ചെല്ലുന്നുണ്ട്. ഈ വീട് പണി 1 വർഷം കൊണ്ട് ഒരു കുഴപ്പവും, പണിക്കാർക്കും ഒന്നും ഒരു കുഴപ്പവും വരാതെ, ഒരു തടസ്സങ്ങളും വരാതെ 1 വർഷത്തിനുള്ളിൽ പണി എടുത്തു. ഞാൻ പറഞ്ഞ വീട് പണിയാൻ തുടങ്ങി ആ മണ്ണ് മാറ്റിയപ്പം തുടങ്ങി ഞങ്ങൾ നൊവേന സ്ഥിരമായിട്ട് 2005 മുതൽ ചെല്ലുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയാം അൽഫോൻസ്. അതിനുശേഷം 2009 തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് നെയ്യപ്പത്തിന്റെ ഓർഡർ കിട്ടുന്നതും അതിനുശേഷം അൽഫോൻസാമയുടെ അവിടെ സ്ഥിരമായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം അൽഫോൻസാമയുടെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. അതിനുശേഷം ഇപ്പൊ മറ്റ് പല ദേവാലയങ്ങളിലും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരെ നമ്മള് ഇവിടെ കൂടാതെ മാന്നാനത്ത് ചാവറയച്ചന്റെ അവിടെയുണ്ട്, കുറവിലങ്ങാടുണ്ട്, ചങ്ങനാശ്ശേരി കവുകാട്ട് പിതാവിന്റെയും കുര്യാളശ്ശേരി പിതാവിന്റെയും ഒക്കെ ചാത്തത്തിന്, പിന്നെ അരുവിത്രപ്പള്ളി, നാഗപ്പുഴ പള്ളി, അതിരമ്പുഴ, നാഗമ്പടം, കുമളി ഭാഗത്തോട്ട് ഒത്തിരി 5 രൂപതകളില് പള്ളികളില് പെരുന്നാളനുബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് നമ്മളിത് കാണുന്ന പ്രേക്ഷകരോടായാലും നിങ്ങളൊക്കെ ഈ ദേവാലയങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ അവിടെ നിന്ന് ഈ ഒരു നേർച്ച അപ്പം വാങ്ങി കഴിച്ചിട്ടുണ്ട്, ഭക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട്
അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പോകുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ഈ ഒരു ഭവനത്തിൽ നിന്നാണ്. ഇവരുടെ പ്രാർത്ഥനയിലൂടെയും ഇവരുടെ ഒരു ആത്മീയ ജീവിതത്തിലൂടെയും ഉണ്ടാകുന്ന ആ ഒരു സഹനങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ സഹനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു മധുരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അവിടേക്കൊന്ന് പോവാം, കാണാം. അങ്ങനെ നമ്മൾ അപ്പൂസ് ഫുഡ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. അപ്പൂസ് ഫുഡ്സ് പറയുന്നേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് അനേകം പേർക്ക് സൗഖ്യമായി മാറാൻ ഇരിക്കുന്ന ഒരു ഉണ്ണിയപ്പം, അതായത് നേർച്ചയായിട്ട് നമ്മുടെ പല തീർത്ഥാടന ദേവാലയങ്ങളിലും നേർച്ചയപ്പമായിട്ട് മാറുന്ന അപ്പങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രോസസ്സിങ്? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് മൊത്തം കണ്ടു, വലിയൊരു യൂണിറ്റാണ്. എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിങ് പോകുന്നത്? ഇത് നമ്മൾ നെയ്യപ്പത്തിനുള്ള മാവ് അരി പൊടിച്ച് 3 ദിവസം 4 ദിവസമൊക്കെ അരിയും പഞ്ചസാരയും ജീരകവും കൂടെ മിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം ഉണ്ടാക്കേണ്ടതിന് തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ എടുത്ത് നമ്മൾ തേങ്ങായും പിന്നെ പാല് എല്ലാം ചേർത്താണ് കുഴയ്ക്കുന്നത്. കുഴച്ച് കൊടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഇതിനു വേണ്ടി മൊത്തം ചേച്ചി തന്നെയാണ് കുഴയ്ക്കുന്നത്. അപ്പൊ എപ്പോ രാവിലെ എത്ര മണിക്ക്? രാവിലെ നമ്മുടെ മെഷീനകത്ത് ഇപ്പൊ ഒരു 60-90 കിലോ വരെ നമുക്ക് ആ മെഷീനകത്ത് കുഴയ്ക്കാം. 90 കിലോ നെയ്യപ്പം ഉണ്ടാക്കുന്നത് വരെ കുഴയ്ക്കാൻ പറ്റുവേ. ഇന്നൊരു 300-310 കിലോ നെയ്യപ്പാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത്. അങ്ങനെ കുഴച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരൊരു ഇതിന്റെ കണ്ടല്ലോ അച്ഛൻ്റെ അകത്തോട്ടിട്ട് ഒരു ചെറിയ കുമ്പിള് പോലെ ഒരു മെഷീൻ ഉണ്ട്, അതിൻ്റെ അകത്തുനിന്നാണ് ഇടുന്നത്. അത് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ്. അപ്പൊ അച്ചിലോട്ട് ഇടുന്നു. അച്ഛൻ്റെ അകത്തുനിന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് കോരി ഉരുളിയിലോട്ട് ഇടും. ഷേപ്പ് ആയി കഴിയുമ്പോഴേ പെട്ടെന്ന് നന്നായിട്ട് വേകാനൊക്കെ ആയിട്ടാണ്. അത് നമുക്ക് നല്ല സ്പീഡും കിട്ടും. രാവിലെ ഒരു 8 മണി കഴിയുമ്പോൾ ഇവര് 8:30 ആകുമ്പോൾ തുടങ്ങുവാണെങ്കിൽ ഒരു 10-10:30 ആകുമ്പോൾ തന്നെ ഒരു 100-110 കിലോയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ആ ഉണ്ടാക്കുന്ന നെയ്യപ്പം അവിടുന്ന് നേരെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് സ്ലാവേ കൂടെ ഇങ്ങനെ ഇടുവേ. ഇത് കഴിഞ്ഞത് തണുക്കുന്ന വാരിക്കൊണ്ടുപോയി അങ്ങേ ഭാഗത്ത് കൊണ്ടുപോയി പാക്കിംഗ് ആണ്. ഒരേ സമയത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കണ്ണങ്ങാനം പള്ളിയിലോട്ടും കുറവിലങ്ങാട് പള്ളിയിലോട്ടുള്ള നേർച്ചയപ്പമാണ്. പിന്നെ കുറച്ച് കടകളിലോട്ടും ഉണ്ട്. ഇവിടെ നിന്നാണ് പിന്നെ പാക്കിങ്ങിലേക്ക് വരുന്നത്. അവിടെ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തെല്ലാം ഓരോ പാക്കറ്റിൽ എത്രണ്ണം വെച്ചാൽ എങ്ങനെയാണ്? അത് പല തൂക്കമാണ്. പന്നങ്ങാനത്തോട്ട് പിന്നെ കുറവിലങ്ങാടിനൊക്കെ ചെയ്യുന്ന 80 ഗ്രാം തൂക്കമാണ്. ഒരു പാക്കറ്റിന്റെ അകത്ത് 80 ഗ്രാം ആണ് വരുന്നത്. അങ്ങനെ ഓരോ 100 പാക്കറ്റ് 120 പാക്കറ്റ് 10 കിലോയുടെ ഓരോ കെട്ടാക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. 10 കിലോയുടെ 350 കിലോയെ കൊടുക്കണമെങ്കിൽ ഇന്നിപ്പം 350 കിലോയെ കുറവിലങ്ങാടിന് കൊടുക്കേണ്ടത്. അപ്പം 35 കെട്ടായിട്ട് 10 കിലോയുടെ അങ്ങനെയാണ് കൊടുക്കുന്നത്. കിലോ കണക്കാണ് വരുന്നത്. കിലോയാണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പള്ളികളിൽ കൊടുക്കുന്ന ചെറിയ പാക്കറ്റ് 80 ഗ്രാം അവർ നേർച്ചയപ്പമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ചില പള്ളിയിൽ നേർച്ച കൊടുക്കാനായിട്ട് 4 എണ്ണമൊക്കെ പള്ളിങ്ങാനത്ത് തിരുനാളിന്റെ എണ്ണൊക്കെ കൊടുക്കാനായിട്ട് 4 എണ്ണത്തിന്റെ ചെറിയ പാക്കറ്റ് അതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്. 4 എണ്ണോ 5 എണ്ണോ 6 എണ്ണൊക്കെ വേണ്ടതെല്ലാം ഓരോ പള്ളികളിലോട്ടുള്ളത് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കടകളിലോട്ട് കൊടുക്കുന്ന 1 കിലോയുടെയും 1/2 കിലോയുടെയും 1/4 കിലോയുടെ ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് റൂട്ട് കൊടുക്കുന്നുണ്ട്. അത് 130 ഗ്രാമിന്റേതായിട്ടാണ്. പള്ളികൾക്ക് കൂടാണ്ട് കടകൾ എന്തോരം കൊടുക്കുന്നുണ്ട്? കടകളിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു 80% പള്ളികളിലാണ് കൊടുക്കുന്നത്. 80% പള്ളികളിലേക്കാണ്. ഞങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും വേളാങ്കണ്ണി മാതാവിന്റെ, ഞാൻ പറയാം, വേളാങ്കണ്ണി മാതാവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇപ്പം വിശുദ്ധന്മാർക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന 80% നെയ്യപ്പം കൊടുക്കുന്നത് പള്ളികളിലോട്ട്. ബാക്കി കുറച്ച് കടകളില് പിന്നെ ലോക്കൽ ഇവിടെ വന്ന ആൾക്കാര് മേടിച്ച നമ്മുടെ പരിചയത്തിലുള്ളവരും അല്ലാതെ നമുക്ക് അറിഞ്ഞു കേട്ട് വന്നവരും പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും അങ്ങനെ ഒരു നല്ലൊരു ഇവിടെ വന്ന് ആളുകൾ മേടിച്ചുകൊണ്ട് പോകും.
നമ്മളിപ്പോൾ പാക്കിംഗ് യൂണിറ്റിലാണ്. ചേച്ചി, എനിക്ക് ഈ പാക്കിംഗ് യൂണിറ്റിൽ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇത്രമാത്രം ഉണ്ണിയപ്പങ്ങൾ നേർച്ച അതിങ്ങനെ കെട്ടായിട്ട് കാണുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഇത് നാളെ നമ്മുടെ ഇത് കുറവിലങ്ങാട് പള്ളിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഭരണങ്ങാനം പള്ളി. ഇവിടെയൊക്കെ ഒരുപാട് വിശ്വാസികളുടെ കൈകളിലേക്ക് അവർ പ്രാർത്ഥനയോടുകൂടി നേർച്ചയപ്പം എടുത്ത് ഒരു വിശ്വാസത്തോടെ ചെല്ലുന്നു. ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ ആദ്യം പറഞ്ഞല്ല, അത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് സൗഖ്യമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. കാരണം നമ്മളൊക്കെ നേർച്ചകൾ പള്ളിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത് ഓർക്കുമ്പോൾ ഇത് ഇവിടെ നിന്നാണ്, ചേച്ചിയുടെ കൈകളിലാണ് ഈ അപ്പം നിർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചേച്ചി ഇത് അനുഭവപ്പെടുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച്? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് കണ്ണിന്റെ പ്രശ്നം ഉണ്ട്. കാഴ്ച ഫുള്ളായിട്ട് ഇപ്പം 13 വർഷമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാഴ്ച കുറയുന്നതിന് മുന്നേ, കുറയാൻ തുടങ്ങിയ സമയത്ത്, അതുപോലെ മോനാണേലും അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം പള്ളിയിൽ വെച്ച് ശരിക്കും മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വേളാങ്കണ്ണി മാതാവാണ് ഈ അപ്പൂസ് ഫുഡ്സ് എന്നൊരു യൂണിറ്റ് തുടങ്ങാൻ കാരണമായതെന്ന് ഞാൻ ഇപ്പോഴും പറയും. അത് ഞങ്ങൾ ഇപ്പം കൂടുതലും പള്ളികളിലാണല്ലോ കൊടുക്കുന്നത്, 80% പള്ളികളിലാണ് കൊടുക്കുന്നത്. ഇതിന് വേണ്ട നെയ്യപ്പം കുഴയ്ക്കുന്നത് ഞങ്ങളുടെ ഈ വേദനകളെയൊക്കെ മറികടന്ന് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നൊരു മാർഗമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഇതിനെ കരുതുന്നത്. ഇത് കുഴച്ച് കൊടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്, ഇതിൻ്റെ മാവെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഞാൻ തന്നെയാണ്. അപ്പം മുഴുവൻ സമയം ആ കുഴയ്ക്കുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവിനോട് ഇവരോട് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയും. അതിനിടയ്ക്ക് മുഴുവൻ സമയത്ത് പരിശുദ്ധാത്മാവിനോട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ നെയ്യപ്പം കുഴച്ച് കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങുമ്പം സ്റ്റൗവിൻ്റെ അവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ തിരി കത്തിച്ച് പിടിച്ച് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം ചെല്ലതിന് ശേഷമാണ് ഇവർ നെയ്യപ്പിടാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കും. നമുക്ക് കടകളിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വിശുദ്ധന്മാർക്ക് നേർച്ചയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പുണ്യമായിട്ടാണ് കരുതുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കാണെങ്കിലും ഇവരെല്ലാം പ്രാർത്ഥനയൊക്കെ ചെല്ലിയാണ് തുടക്കം. അപ്പം ഇത് കിട്ടുന്നത് നേർച്ചയപ്പമായിട്ട് കഴിക്കുന്നവർക്കും ഇതുകൊണ്ട് മനസ്സിന് സമാധാനവും ശാന്തിയും രോഗങ്ങൾക്കൊരു ആശ്വാസവും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് ഈ നേർച്ചയപ്പം മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വിശുദ്ധന്മാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി, കാരണം അത്രയും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറേണ്ട ഒരു കാര്യമാണ്. അത് ആ ഭക്തിയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കിയാലും ഇത് ദേവാലയത്തിൽ അത് വെഞ്ചരിച്ച് വൈദികന്റെ ആശീർവാദത്തോടു കൂടി വരുമ്പോൾ ഇതിന് ലഭിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സൗഖ്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി, അതാണ് ഒരുപാട് കുടുംബങ്ങളെ മാറ്റി മറിക്കുന്നത്.